വെള്ളാപ്പള്ളിയെ മുൻനിർത്തി CPM നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തെ നേരിടാൻ UDF പാണക്കാട് നിർണായക കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ്. രാജ്യത്തെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ ചർച്ചയാക്കാൻ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFിൽ എത്തിക്കാൻ അണിയറ നീക്കങ്ങൾ സജീവമാക്കി. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങളെയും CPM നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളെയും ഒറ്റക്കെട്ടായി നേരിടാൻ UDF. പാണക്കാടെത്തിയ VD സതീശൻ മുസ്ലിം ലീഗ് നേതൃത്വവുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് പോകാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന വ്യക്തമായ സൂചന നൽകി. തെരഞ്ഞെടുപ്പിന് മുൻപ് UDFിന്റെ അടിത്തറ വിപുലമാക്കുവാൻ യോഗത്തിൽ ധാരണയായി. അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുവാൻ UDF നേതൃത്വം തയ്യാറായില്ലെങ്കിലും അണിയറ നീക്കങ്ങൾ തകൃതിയിൽ നടക്കുന്നുണ്ടെന്ന് സൂചന നൽകി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFിൽ എത്തിക്കുകയെന്ന നിർണായക നീക്കം മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു. വാർത്തകൾ പരന്നപ്പോൾ LDF വിട്ട് എങ്ങോട്ടുമില്ലെന്ന് മാണി വിഭാഗം പ്രതികരിച്ചിരുന്നു. എന്നാൽ വാതിൽ അടഞ്ഞിട്ടില്ലെന്നും ഇതിനുള്ള ചർച്ചകൾ നടക്കുകയാണെന്ന സൂചനയും UDF നേതൃത്വം നൽകുന്നുണ്ട്. UDFിന്റെ ഏറ്റവും വലിയ കരുത്ത് ടീം UDF ആണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2026 ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കരുത്തും ഊർജവും ടീം UDF ആണ്. അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തെളിയിച്ചത്. നേതാക്കൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഐക്യമാണ് UDFിലുള്ളത്. കൃത്യസമയങ്ങളിൽ UDF നേതാക്കൾ കൂടിയാലോചന നടത്തി ഒറ്റക്കെട്ടായി തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കും. എല്ലാ മാസങ്ങളിലും UDF യോഗം ചേർന്ന് കൂടിയാലോചന നടത്തിയുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് UDF നേതൃ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തിളക്കമാർന്ന വിജയത്തോടെ UDFിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ UDFിന് അധികാരത്തിൽ തിരിച്ചു വരാനാകും. അതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ്. അവർ പൂർണ്ണമായും ഒപ്പമുണ്ട്. നിലമ്പൂരിൽ ഒറ്റ പാർട്ടിയായാണ് UDF പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്കും മാതൃകയാണ് UDF. ഇന്ത്യ മുന്നണിയും ദേശീയ തലത്തിൽ ഇതുപോലെ ആകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമുദായത്തെയും ജില്ലയെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചപ്പോൾ അങ്ങനെ പറയരുതെന്ന് മിതമായ വാക്കുകളിലാണ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവൻ എന്തു പറയരുതെന്നും എന്ത് ചെയ്യരുതെന്നും പറഞ്ഞിരിക്കുന്നത് പറയരുതെന്നാണ് വിനീതമായി പറഞ്ഞത്. ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ഏത് തരത്തിലുള്ള വർഗീയതയെയും വിദ്വേഷ പ്രചരണത്തെയും UDF ഒറ്റക്കെട്ടായി എതിർക്കും, സതീശൻ കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രചരണത്തിന് പിന്നിൽ CPM ഉണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്താണെന്ന് CPM തിരിച്ചറിയണം. ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട്. ലീഗിന് തീവ്രത പോരെന്ന് പറഞ്ഞ് നിലവിൽ വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നത് CPM ആണ്. INLനെയും LDFനെയും CPM പ്രോത്സാഹിപ്പിച്ചു. ലീഗിന് തീവ്രവാദം ഇല്ലെന്ന് പറഞ്ഞവരെ കൂട്ടിപ്പിടിച്ചവരാണ് CPM. മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ച പ്രസ്ഥാനമാണ് ലീഗ്. ബാബരി മസ്ജിദ് പ്രശ്നം വന്നപ്പോഴും അത് കണ്ടതാണ്. അന്ന് ശിഹാബ് തങ്ങൾ ചെയ്തതുപോലെ മുനമ്പം വിഷയം വന്നപ്പോൾ സാദിഖ് അലി തങ്ങളും നിലപാടെടുത്തു. മുനമ്പത്തെ സമരസമിതി BJPക്കാരെ ആട്ടിയോടിച്ചു. UDFും തങ്ങളും പറഞ്ഞതായിരുന്നു ശരിയെന്ന് യാഥാർത്ഥ്യമായി. അത് വർഗീയതയ്ക്ക് എതിരായ പോരാട്ടമായിരുന്നു. വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തമായി എതിർക്കുമെന്നും സതീശൻ വിശദീകരിച്ചു. രാജ്യത്തുടനീളം ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണ്. ക്രിസ്മസ് കൂട്ടായ്മകളും പ്രാർത്ഥനകളും തടസ്സപ്പെടുത്തുന്നു. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലിലാണ്. നിരവധി വൈദികർക്ക് മർദ്ദനമേറ്റു. ഇപ്പോൾ 2 കന്യാസ്ത്രീകൾ ജയിലിലാണ്. പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും MLAമാരായ റോജി M ജോണും സജീവും ജോസഫും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കുഴപ്പം കാണിക്കുന്നവരാണ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ കേരളത്തിൽ കേക്കുമായി എത്തുന്നത്. ആ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി UDFിനെ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. അത് വിജയം കാണും. പ്രതിപക്ഷ നേതാവിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസമാണ് ലീഗിനുള്ളത്. രാജ്യത്തെ മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഛത്തീസ്ഗഡിലുണ്ടായത്. മതേതരത്തിന് എതിരായ BJPയുടെ പ്രവർത്തനം അനുവദിക്കാനാകില്ല. കന്യാസ്ത്രീകൾ അടക്കമുള്ള മിഷണറി പ്രവർത്തകർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നടത്തിയ പ്രവർത്തനം മറക്കാനാകില്ല.
മതത്തിന്റെ പേരിൽ അവരെ ക്രൂശിക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ UDF ഉയർത്തി കാണിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം ചേർത്ത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കൂടുതൽ പിന്തുണയുള്ള മുന്നണിയാക്കി UDFനെ മാറ്റേണ്ടതുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം മുന്നിൽ നിന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ ക്രൈസ്തവ വോട്ട് ബാങ്ക് പ്രീണനങ്ങൾക്കുള്ള വലിയ മറുപടിയായി മാറിയേക്കും. CPM ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളെയും എത്രയും വേഗം നേരിടുക എന്നതും UDFന്റെ പ്രധാന അജണ്ടയാണ്.